കൊച്ചി കോർപ്പറേഷനിൽ വിമതരെ അനുനയിപ്പിക്കാനുള്ള UDF നീക്കം ഫലം കണ്ടില്ല. 9 ഇടത്താണ് വിമത ശല്യമുള്ളത്. സിറ്റിംഗ് കൌൺസിലർ മാലിനി കുറുപ്പ്, UDF തൃക്കാക്കര നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് അലക്സ്, ബാസ്റ്റിൻ ബാബു തുടങ്ങിയവർ മത്സരിക്കും. എറണാകുളത്തെ വിമതരെ പുറത്താക്കുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ഞങ്ങൾ അവരുമായൊക്കെ സംസാരിക്കുകയാണ്. ഒരു പെട്ടെന്നുള്ള ഒരു വികാരത്തിന് അടിമപ്പെട്ട് അത്തരത്തിൽ പത്രിക നൽകിയവരും ഈ പറയുന്നത് പോലെ പത്രിക പിൻവലിക്കേണ്ട സമയത്ത് പിൻവലിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കും. ആ ചാൻസ് കൂടി കൊടുത്ത് അവർ പിൻവലിക്കുമോ എന്ന് നോക്കും. പിൻവലിച്ചില്ലെങ്കിൽ അവരെല്ലാം പാർട്ടിക്ക് പുറത്താണ്. സജോ ദേവസ്യ ചേരുകയാണ് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സജോ ദേവസ്യ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇനി പുറത്താക്കുമോ മുഹമ്മദ് ഷിയാസ്? അതാണ് അറിയേണ്ടത്. പുറത്താക്കിയാലും വിമതർ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു നിൽക്കുകയാണ്. ഗിരിനഗർ, പാലാരിവട്ടം, ചുള്ളിക്കൽ അങ്ങനെ എണ്ണിയെടുത്താൽ എത്രയിടത്ത് UDFന് കോൺഗ്രസിന് ഭീഷണിയാണ് വിമതർ? സജോ. സുജയ, കൊച്ചി കോർപ്പറേഷനിൽ UDFനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ വിമത ഭീഷണി ഉണ്ടായിരുന്നു. അവരെയൊക്കെ അണിനയിപ്പിച്ച് മത്സരരംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സജീവ ശ്രമം നടന്നു. പക്ഷേ പ്രധാന പ്രമുഖരൊക്കെ ഇപ്പോഴും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു. ഇനിയിപ്പോൾ അവർ മത്സരരംഗത്ത് കളത്തിൽ സജീവമാണ്. അവർ വെറുതെ പത്രിക കൊടുത്ത് വീട്ടിൽ പോയിരിക്കുകയല്ല, പ്രചരണത്തിൽ തന്നെ സജീവമാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. പാലാരിവട്ടം ഡിവിഷനിൽ UDFന്റെ തൃക്കാക്കര നിയോജക മണ്ഡലം ചെയർമാനാണ് ജോസഫ് അലക്സ്. അദ്ദേഹം മത്സരരംഗത്തുണ്ട്. പത്രിക പിൻവലിച്ചിട്ടില്ല. ചുവരെഴുത്തടക്കം നടത്തി പ്രചാരണ രംഗത്ത് സജീവമാണ്. ഗിരിനഗറിൽ സിറ്റിംഗ് കൗൺസിലറാണ് മാലിനി കുറുപ്പ്. അവരും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർക്ക് അവിടെ സീറ്റ് നിഷേധിക്കപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായാണ് അവർ പ്രതിഷേധം അറിയിക്കുകയും തുടർന്ന് അവിടെ പത്രിക കൊടുക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ അവരെയും അണിനയിപ്പിക്കാനുള്ള ശ്രമം ഫലം കണ്ടില്ല. ചുള്ളിക്കലിലാണെങ്കിൽ ബാസ്റ്റിൻ ബാബു സിറ്റിംഗ് കൗൺസിലറാണ്, അവിടെയും മത്സരരംഗത്തുണ്ട്. ഇവരാണ് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട പ്രമുഖർ. ഇവരെ കൂടാതെ വിവിധ സംഘടനകളുടെ, കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ, മഹിളാ കോൺഗ്രസിന്റെ അടക്കം ഭാരവാഹി പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകൾ മുതൽ INTUC ഭാരവാഹികൾ വരെയുള്ളവർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചി കോർപ്പറേഷനിൽ മാത്രം 9ഓളം പേരുണ്ട്. ഇതിന്റെ പ്രാധാന്യം കഴിഞ്ഞ തവണ സ്വതന്ത്രരായി ജയിച്ച 4 പേർ ആണ് യഥാർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷന്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ. നമ്മുടെ ഒരു പ്രേക്ഷകൻ സന്തോഷ് സദാശിവൻ പറയുന്നുണ്ട്, LDF വിമതരെ കുറിച്ച് കൂടി പറ മോളെ എന്ന്. LDFന്റെ വിമതരെയൊക്കെ പിന്തുണപ്പിച്ചോ? പിൻവലിപ്പിച്ചോ? സുജയ, LDF വിമതരെ കുറിച്ച് കൂടി പറയാം. കൊച്ചി കോർപ്പറേഷനിൽ LDFന് കാര്യമായ വിമതശല്യമില്ല. അതേസമയം പറവൂരിൽ കെടാമംഗലത്ത് CPIയുടെ സ്ഥാനാർത്ഥി നിമിഷ രാജുവിന് വിമത സാന്നിധ്യമുണ്ട്. മറ്റൊരു CPI നേതാവാണ് മത്സരരംഗത്തുള്ളത്. അവർ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പല്ലാരിമംഗലത്ത് അബ്ബാസ് എന്ന മുൻ വൈസ് പ്രസിഡന്റ്, ലോക്കൽ കമ്മിറ്റി അംഗം, അബ്ബാസിനെ പാർട്ടി പിന്നീട് പുറത്താക്കിയിരുന്നു. CPMന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. പല്ലാരിമംഗലം പഞ്ചായത്തിൽ വിമത സാന്നിധ്യമായി തന്നെയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട വിമത മത്സരങ്ങൾ എന്ന് അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് സജോ ദേവസ്യ മുഹമ്മദ് ഷിയാസിനോട് ഇപ്പോൾ തന്നെ ചോദിച്ചോളൂ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 22 മിനിറ്റായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനായിട്ടുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് പുറത്താക്കുന്നുണ്ടോ അതോ പുറത്താക്കാതെ അകത്തുനിന്ന് തന്നെ വിമതരായി മത്സരിച്ചോട്ടെ എന്നാണോ? അതിനുള്ള മറുപടി നമുക്ക് അറിയണം.